മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന കാർ ഓടിക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്, എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ഡയറക്റ്റ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ വണ്ടി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കി വെച്ചിട്ടുണ്ട്. ഗിയർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടി പിടിച്ചിരിക്കണം. ഗിയർ ന്യൂട്രലാണ് ഉള്ളതെന്ന് ഓർമ്മിക്കുക. ഇനി ചാവി തിരിച്ച് പതിയെ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ 2 സ്റ്റെപ്പ് തിരിച്ചു. ഇവിടെ കുറേ ഇൻഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒരു ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, 3ാമത്തെ തിരിയിലാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പതിയെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻഡിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് നമ്മൾ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓർക്കുക, ഈ ഒരു കാര്യം എപ്പോഴും ചെയ്യേണ്ടത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് മാത്രം ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രൗണ്ടിലാണ് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നു നോക്കുക. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്യുന്നത്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. ഗിയർ ന്യൂട്രലാണുള്ളത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മുകളിലേക്ക് വലിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിക്കുക, എന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് പതിയെ താഴ്ത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയർ ആക്കാനാണ് പോകുന്നത്. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഫസ്റ്റ് ഗിയർ ആക്കുന്നു, കണ്ടില്ലേ? ഇതേപോലെ കൈ പിടിച്ച് ഫസ്റ്റ് ഗിയർ ആക്കാം. ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലിൽ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ വണ്ടി നിരപ്പായ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും അങ്ങനെ നിരപ്പായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആയിരിക്കണം. അതായത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാനിത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വണ്ടി എവിടെയും പോകുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കാലെങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് എടുക്കുന്നത്, പെട്ടെന്ന് എടുക്കാനല്ല പോകുന്നത്, പതിയെ ക്ലച്ച് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് വണ്ടിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതേ സമയത്ത് തന്നെ വണ്ടി പതിയെ മുമ്പോട്ടേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് ക്ലച്ച് റിലീസ് ചെയ്യരുത്, അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടി പതിയെ നീങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ വണ്ടി നീങ്ങുന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് പിടിക്കുക. പിടിച്ചിട്ട് വണ്ടി ഇങ്ങനെ പതിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇനി നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക, പതിയെ ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടത്. ഇപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് നിങ്ങൾ ഇതിലൂടെ പഠിക്കുന്നത്. ഹാഫ് ക്ലച്ച് എങ്ങനെ ആക്കണമെന്ന് ഞാൻ പറഞ്ഞു. പതിയെ റിലീസ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് വണ്ടി പതിയെ മൂവ് ചെയ്യുന്നതും കാണാം. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം, പതിയെ ഹാഫ് ക്ലച്ച് ആക്കി നോക്കുക. ആ ഹാഫ് ക്ലച്ച് ആയി എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റിൽ പിന്നീട് കാല് മാറ്റാണ്ടിരിക്കുക. ക്ലച്ചിൽ നിന്ന് വണ്ടി മൂവ് ചെയ്യുന്നത് നോക്കുക. പതിയെ നിർത്താൻ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ളാക്കുക, ബ്രേക്ക് കൂടി പതിയെ ഫുള്ളാക്കുക. ഇങ്ങനെയാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. വണ്ടി ആ മൂവ് ചെയ്യുന്നൊരു പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ക്ലച്ച് കിട്ടാത്ത ആളുകൾ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് തന്നെ. ഇങ്ങനെ നിങ്ങൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ചെയ്യുക. അതായത് പതിയെ ഹാഫ് ക്ലച്ച് ആക്കി കാലിൽ നിന്ന് ക്ലച്ച് വിടാണ്ടിരിക്കുക. എന്നിട്ട് വണ്ടി ഇങ്ങനെ പതിയെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, പതിയെ ആ ക്ലച്ചിൽ നിന്ന് ഫുള്ളായിട്ട് കാല് എടുക്കുക. എന്നിട്ട് വീണ്ടും വണ്ടി നിർത്താൻ എങ്ങനെയാണ് ശ്രമിക്കേണ്ടത്, ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക, ബ്രേക്കും കൂടെ പതിയെ ചവിട്ടി നിർത്തുക. ഇങ്ങനെ പിന്നീട് പ്രാക്ടീസ് ചെയ്യണം. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ് പറഞ്ഞത്. ആദ്യം ഹാഫ് ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ട് തന്നെ മൂവ് ചെയ്ത് പഠിക്കുക. ഇനി അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി എന്ന് തോന്നുമ്പോൾ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണ്, പതിയെ നമ്മൾ കാല് ഫുള്ളായിട്ട് എടുത്തിട്ട് കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് ആക്കാനുള്ള ഒരു പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹാഫ് ക്ലച്ച് പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാകും. ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ വണ്ടി പതിയെ മൂവ് ചെയ്യിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലും ചെയ്യാം, റിവേഴ്സ് ഗിയറിലും ചെയ്യാം. ഓർക്കുക, എപ്പോഴും ഇതൊരു ഗ്രൗണ്ടിൽ വെച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ക്ലാസ്സുകൾ ഡയറക്റ്റ് ആവശ്യമുള്ള ആളുകൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. പിന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം? ക്ലച്ചും ബ്രേക്കും നന്നായിട്ട് ചവിട്ടി പിടിച്ചിരിക്കണം. അതിനുശേഷം ഗിയർ ന്യൂട്രലാക്കുക, ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കുക. എന്നിട്ട് ചാവി എങ്ങനെ ഓഫ് ചെയ്യണം? ചാവി ഇതേപോലെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് പതിയെ ഓഫ് ചെയ്യുക.